പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമര ജാഥയ്ക്കെതിരെ കർഷക സംഘടനകൾ. ഭൂപതിവ് നിയമ ഭേദഗതിയിൽ UDFും നിസ്സംഗത തുടരുന്നതിനാൽ സമരജാഥയ്ക്ക് കൈകൊടുക്കേണ്ടെന്നാണ് അതിജീവന പോരാട്ടവേദിയുടെ നേതൃത്വത്തിലുള്ള വിവിധ കർഷക സംഘടനകളുടെ തീരുമാനം. ജില്ലയിൽ എത്തുന്ന VD സതീശനുമായി കർഷക സംഘടനാ നേതാക്കൾ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒഴിവാക്കാനാണ് സംഘടനകളുടെ തീരുമാനം. ഇടുക്കിയിലെ കർഷകർക്ക് പ്രയോജനകരമായ ഭൂപതിവ് നിയമ ഭേദഗതി നിയമസഭ പാസാക്കിയിട്ട് 16 മാസം കഴിഞ്ഞിട്ടും ഇടത് സർക്കാർ ചട്ടങ്ങൾ രൂപീകരിക്കുകയോ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. എന്നാൽ VD സതീശന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മലയോര സമര യാത്രയുമായി ബന്ധപ്പെട്ട പ്രചരണ ബോർഡുകളിൽ ഉൾപ്പെടെ ഭൂപതിവ് നിയമ ഭേദഗതിയെക്കുറിച്ച് പരാമർശമില്ല. ഇത് നിലപാടുകളിലുള്ള ഒളിച്ചുകളിയാണെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. പട്ടയ നിയമങ്ങളെ ദുർവ്യാഖ്യാനിച്ച് ഭൂമിയിലുള്ള അവകാശം നഷ്ടപ്പെടുത്തിയതാണ് മലയോര ജനത അനുഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ ഓരോ പ്രദേശത്തെയും പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് UDF നടത്തുന്ന ജാഥ പ്രഹസനമാണ് എന്നാണ് മലയോര ജനത കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രഹസന ജാഥ ഇടുക്കി ജനത ബഹിഷ്കരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇദ്ദേഹം ഈ കർഷക ജനതയ്ക്കൊപ്പം എത്രമാത്രമുണ്ട് എന്ന് തുറന്നു കാണിക്കുന്ന വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ കർഷക സംഘടനകൾ ഒറ്റക്കെട്ടായി തന്നെ വരും നാളുകളിൽ പ്രതികരിക്കും എന്ന കാര്യവും കൂടി ഈ അവസരത്തിൽ മുന്നറിയിപ്പായി നൽകുകയാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഭൂവിഷയത്തിൽ ശബ്ദമുയർത്താതെ മലയോരത്തിലെ ഉൾക്കാടുകളിൽ വന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിപ്പോയിട്ട് ഒരു കാര്യവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ കഴിയണം. അത്തരത്തിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളുമാണ് വേണ്ടത്. അല്ലാതെ ഈ മലയോര ഉൾക്കാട്ടുകളിൽ വന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിപ്പോകുന്ന ആ നാടകം ഇനിയുള്ള കാലം ഈ കർഷക സംഘടനകളോ മലയോര ജനതയോ അംഗീകരിക്കില്ല. ഇതിൻ്റെ തിക്തഫലമെല്ലാം വരും നാളുകളിൽ കാണേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് ആണ് ഞങ്ങൾ ഈ അവസരത്തിൽ നൽകുന്നത്. 25 മുതൽ ഫെബ്രുവരി 5 വരെ സംസ്ഥാനത്ത് നടത്തുന്ന മലയോര സമരയാത്ര ഫെബ്രുവരി 1 ജില്ലയിലെത്തുന്നത്. രാവിലെ 10 അടിമാലി, വൈകുന്നേരം 3 കട്ടപ്പന, 5 കുമിളി എന്നിവിടങ്ങളിലാണ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.